എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം തൃശൂർ പാതയിൽ ലൂർദ് ആശുപത്രിക്ക് സമീപത്തെ ട്രാക്കിലാണ് മരം വീണത്. മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ട്രെയിൻ ഗതാഗതം ഏറെ നേരമായി നിശ്ചലമാകുന്ന സ്ഥിതിയുണ്ടോ? രതീഷ്, ഏതാണ്ട് 1 മണിക്കൂറിൽ ഏറെയായി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പച്ചാളം ഷൺമുഖപുരത്താണ് വലിയ ഒരു പൂപ്പരത്തി മരം റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീണത്. വലിയ ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വലിയ ഭാഗ്യമുണ്ട്. ഇത്രയും വലിയൊരു മരം നേരെ വീണത് വൈദ്യുതി ലൈനിലേക്കാണ്. അതായത് റെയിൽവേയുടെ ഓവർഹെഡ് വൈദ്യുതി ലൈനിലേക്കാണ് വീണത്. ഉയർന്ന വോൾട്ടേജിൽ കറണ്ട് പ്രവഹിക്കുന്ന വൈദ്യുതി ലൈനിലേക്കാണ് ഈ മരം വന്ന് വീണത്. ഉടൻ തന്നെ വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് ഈ നാട്ടുകാർ കേട്ടത്. അതോടൊപ്പം തന്നെ ആ തീയും പുകയും ഒക്കെ ഉയർന്നു വന്നു. അങ്ങനെ വലിയ അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് ഇതുവഴി ട്രെയിൻ ഒന്നും കടന്നുപോയില്ല. ഏതെങ്കിലും ട്രെയിൻ കടന്നുപോയിരുന്നുവെങ്കിൽ വലിയ അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയാനെ. അതോടൊപ്പം തന്നെ ഈ റോഡ് ഇതുവഴി ബസ്സുകൾ അടക്കം കടന്നു പോകുന്നതാണ്. ആ ബസ് കടന്നു പോകുന്ന സമയത്തോ മറ്റു വാഹനങ്ങൾ പോകുന്ന സമയത്തോ ആണ് ഇത്രയും വലിയൊരു മരം മറിഞ്ഞ് വീണത് എങ്കിൽ അവിടെയും വലിയ അപകടം സംഭവിച്ചാനെ. എന്തായാലും വലിയ ഭാഗ്യമുണ്ട്. ആ ഭാഗ്യമാണ് ഇപ്പോൾ എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നത്. കാരണം ഈ മരം വീഴുന്ന സമയത്ത് ഇതുവഴി ട്രെയിനോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ കടന്നു പോയിരുന്നില്ല. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരു ട്രെയിൻ ഏറെ നേരമായി നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം അത് പൂർണ്ണമായും വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മരം വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇപ്പോൾ മരം ട്രാക്കിൽ നിന്ന് വെട്ടിമാറ്റുന്നത്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് റെയിൽവേ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരാണ് ഇത് ആദ്യം കണ്ട് അവരാണ് ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്യുന്നത്. ഇത് രാവിലെ എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത് ചേട്ടാ? ഇത് രാവിലെ ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടന്നതായിട്ട് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ തീയും പുകയും തന്നെയാണ് ഉയർന്നു വന്നത്. അത് കണ്ടുകൊണ്ടാണ് നാട്ടുകാർ ഈ വിവരം ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഓടിയെത്തി, ഒപ്പം തന്നെ പോലീസും എത്തി. അങ്ങനെയാണ് ഗതാഗതം തടയുകയും ഇപ്പോൾ ഈ മരം വലിയ മരമാണ്. ആ മരം വെട്ടിമാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. വലിയ ശബ്ദത്തോടു കൂടി തന്നെയാണ് ഈ മരം വീണത്. ഉടൻ തന്നെ ഷോർട്ടായി, അതായത് ഈ ലൈൻ ഷോർട്ടായി വലിയ തീയും പുകയുമൊക്കെ ഈ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തു. ആ സംഭവം കണ്ടുനിന്ന നാട്ടുകാർ ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയും അങ്ങനെയാണ് ഈ സംഭവം നടന്നത്. ഏകദേശം എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? ഒരു 1.5 മണിക്കൂറായിട്ടുള്ള വലിയ ശബ്ദമായിരുന്നു. അതറിയില്ല, നമ്മളിവിടെ സ്പോട്ടിലുണ്ടായില്ല. ഇത് ശബ്ദം അധികം ഉണ്ടായില്ല. കാര്യം ഇത് പതിയെ കേബിളിലൊക്കെ തട്ടി പതിയെ വീഴാൻ സാധ്യതയുള്ളൂ. ഈ ഭാഗത്ത് ഇതിനു മുമ്പ് ഇതുപോലെ മരം വീണിട്ടുണ്ടോ? ഇത് മരം വീണ വിഷയമല്ല. ഇവിടെ ഭയങ്കര പ്രശ്നം കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഈ വ്യക്തി കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇവിടെ ഒന്നും കോർപ്പറേഷൻ ആയാലും സർക്കാരിനായാലും വികസന പ്രവർത്തനത്തിന് ഭാഗമായിട്ട് ഇത് ഒതുക്കാൻ ഈ റോഡിന് വീതി കൂട്ടാൻ പറ്റണില്ല. ബാക്കി എല്ലാ സ്ഥലത്തും റോഡ് ക്ലിയർ ആയി കിടക്കണേണ്. ഇവിടെ മാത്രം ജനങ്ങള് ഇവിടെ ഒരു ബസ് പോകുമ്പോൾ പറയാം അപകടങ്ങൾ, 2 വീലറുകാർ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 2 വീലറുകാരൊക്കെ അവിടെ ബസ്സുമായിട്ട് ജാമായി ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ എന്താ ഈ സമയത്ത് ഉണ്ടായിരുന്നോ? ഇവിടെ ഈ സംഭവ സമയത്ത് ഉണ്ടായിരുന്നോ? ഇവിടെ എന്താണ് ഇവിടെ സംഭവിച്ചത്? പെട്ടെന്ന് ഇതിന്റെ അടി പൊളന്നിരിക്കണായിരിക്കും ഈ മരത്തിന്റെ. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ മുറ്റം ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയിടം ഞാൻ നോക്കുമ്പോൾ സാധനം മറിഞ്ഞു വീണു. അതിന് മുമ്പ് മകേശൻ എന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. മകേശേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഈ റെയിൽവേക്കാർ ഇത് വെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന് ഇത്രയും ചെറിയ പൂക്കൾ വെട്ടിക്കളഞ്ഞപ്പോ ഇത്രയും വലിയ മരം നിങ്ങൾ എന്താ വെട്ടാഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ആ സാധനം നിങ്ങൾ വെട്ടാഞ്ഞത് മോശമില്ല എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അവരടുത്ത് വലിയ തീയും പുകയൊക്കെ ഉയരുന്നു. തീർച്ചയായിട്ടും എന്റെ മോൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം. അപ്പൊ അന്നേരം ബൈക്കിന് വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ മര്യാദ എടുക്കാൻ പാടില്ലെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഭയങ്കര ഒച്ചയല്ല. തീയൊക്കെ വന്നിട്ട് ഞാനിവിടെ കിടന്ന് ഒച്ചെടുക്കണായിരുന്നു. എന്നുവെച്ചാൽ റെയിലുമേ കൂടി എന്തോ വീഴുമ്പോ റെയിൽ ഒരു തീ പുക വന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അപ്പുറം ഇപ്പുറം ഒച്ചയെടുത്തിട്ട് ആൾക്കാരത്ത് പറഞ്ഞു, ആരും വരല്ലേ, റെയിലിൽ ഷോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് ലൈനോടെ പൊട്ടിക്കിടന്നിട്ടേ സാധനം മൊത്തം മരം മൊത്തം കത്തനായിരുന്നു. കംപ്ലീറ്റ് പോകുകയായിരുന്നു മരത്തിൽ. ഈ സമയത്ത് ദൃശ്യം പകർത്തിയ കുട്ടിയുണ്ട്. എന്താണ് സംഭവിച്ചത് ആ സമയത്ത്? സമയത്ത് അടച്ച് ഇവിടെ പുകയും തീയൊക്കെ ആയിരുന്നു.
ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു ഇവിടെയൊക്കെ. അപ്പൊ വീഡിയോ എടുത്താണിത്. അത് ഈ സമയത്ത് ഒരുപാട് വണ്ടിയൊക്കെ കടന്നു പോണ റോഡാണ്. റെയിൽ ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങ് അപ്പുറം ഇപ്പുറമൊക്കെ റെയിൽ ക്രോസ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തി. പിന്നെ ഇത് കത്തനാണ്ട് അപ്പുറത്തും കത്തി, ഞങ്ങളുടെ വടക്ക് തെക്കുവശവും കത്തി. അപ്പൊ അത് പിന്നെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും പേടി. എന്നാലും പുറത്തിറങ്ങിയെന്ന് ഇവരാണെങ്കിൽ എല്ലായിടത്തും വിളിച്ചു പറയുമ്പോ ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്താ സംഭവിക്കണേന്ന് അറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായി മാറിയത്. ഭാഗ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം.